മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ണ് ഫുള്ള് ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം. അത് മൊത്തം ഫുൾ കവറഡ് ആണ്. അത് നൈറ്റ് ഒരു 7-8 o'clock വരെ ഷൂട്ടാണ്. അതുവരെ ഒറ്റ കണ്ണ് വെച്ചിട്ടാണ് പുള്ളി. കാരണം ഇത് പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ അൻവറിൻ്റെ കൈയാണ്, നമ്മുടെ മാർക്കോയുടെ ഫ്രണ്ട്. ഈ കൈയാണ് കംപ്ലീറ്റ് ലൈവായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ ആ മെഷീനില്ലേ, ആ മെഷീൻ ഒറിജിനൽ മെഷീൻ കൊണ്ട് കട്ട് ചെയ്തതായിരുന്നു. ഷൂട്ട് നടക്കുമ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് നടക്കുമ്പോൾ നല്ല ടിപ്പ് ടോപ്പ് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. വൈകുന്നേരം വരുന്ന ഫുള്ള് ബ്ലഡിൽ കുളിച്ചാണ് വരുന്നത്. അങ്ങനെ റിസപ്ഷനിലുള്ള ചേട്ടൻ തന്നെ 2ാം ദിവസം പറയും, സാർ നിങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ പോകണം. എൻ്റെ കണ്ണിൽ തന്നെ ഞാൻ ഐ ഡ്രോപ്സ് ഇട്ടിട്ട് പുള്ളിക്ക് കൺവിൻസ് ആക്കി. ഇടുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു നീറ്റിലുണ്ടാവും, പിന്നെ കൂളാവും. പക്ഷേ ഇടുമ്പോഴത്തേക്ക് റെഡ് ആയിരിക്കും വിഷ്വലി. നമ്മളൊരു റെഡ് കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ വിഷ്വലില്ലേ, ആ ഒരു വിഷ്വലായിരിക്കും പൊതുവെ കാണുക. കുറച്ച് ഓട്സും, എനിക്ക് നൈറ്റ് കഴിക്കാൻ ഫുഡ് വരും, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, ആ ഫ്രൂട്ട്സും കൊടുത്ത് ഇതിന് ട്രീറ്റ് ചെയ്യും. ഒരുപക്ഷെ അത് എൻ്റെ റൂമിൽ വന്ന്, എൻ്റെ എറണാകുളത്ത് അലീസ് എൻ്റെ റൂമിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കംപ്ലീറ്റ് ബോഡിയും പുഴുക്കളും അതിൻ്റെ ഇടയിൽ ഞാനുമാണ്. ഭയങ്കര വയലൻസ് ഉള്ളൊരു അറ്റ്മോസ്ഫിയറിലാണ് റൈറ്റ് നൗ ഞാനുള്ളത്. മലയാളം കണ്ട ഏറ്റവും ടെററായിട്ടുള്ള മൂവിയിലെ ഏറ്റവും ടെററായിട്ടുള്ളൊരു മേക്കപ്പ് മാനാണ് റൈറ്റ് നൗ നമ്മളിവിടെ ക്ലബ് എഫ് ജോയിൻ ചെയ്യുന്നത്. സുധി ബ്രോ, വെൽക്കം ടു ക്ലബ് എഫ്. ടെററൊന്നുമല്ല, ആൾ ടെററല്ല, പക്ഷേ നമ്മൾ ഫീൽ ഗുഡ് മൂവിയൊക്കെ ചെയ്തു പോകുന്ന ഒരു മേക്കപ്പ് മാനായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു പേര് ടൈറ്റിൽ വന്നതിൽ അഭിമാനമുണ്ട്. അല്ല, അതാണ് നമ്മൾ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ ഫാൽമി ആണെങ്കിലും ഗുരുവരമ്പല നടയിലാണെങ്കിലും ജയ 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 ആണെങ്കിലും എല്ലാം ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി, എല്ലാം സൂപ്പർ ഹിറ്റ് മൂവീസാണ്. ഇപ്പൊ പെട്ടെന്നായിരുന്നു ആ ഒരു ചേഞ്ച്, അതെങ്ങനെ പോസിബിൾ ആയി? അത് കഷ്ടം. എനിക്ക് സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ ഞാനതിൽ എനിക്ക് അത്രയും ചലഞ്ചിങ് ആയിട്ടുള്ള വർക്കാണ്. ഏതൊരു മേക്കപ്പ് മാനും ആഗ്രഹിക്കുന്നതാണ്. നമുക്ക് നമ്മുടേതായ ക്രിയേഷൻ, നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേഷൻ പുറത്ത് കാണിക്കുക, നമ്മുടേതായ ടാലൻറ്റ് കാണിക്കുക എന്ന് ഏതൊരു മേക്കപ്പ് മാൻ്റെ ആഗ്രഹമാണ്. അങ്ങനെ എനിക്ക് വന്നൊരു വർക്കാണിത്. കാരണം ഞാൻ സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ, എനിക്ക് അനീഫിക്ക മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ഇതിൽ ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് ഇതുവരെ കാണാത്തൊരു വയലൻസ് നമുക്ക് കാണിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻറ്റ് ഞാൻ എടുത്ത വർക്ക് തന്നെയാണ്. ഈ ഒരു കോൺഫിഡൻസ് കിട്ടി. ലൈക്ക് ഈ ഒരു നമ്മുടെ മാർക്കോ മൂവിക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പിറകിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് എങ്ങനെയായിരുന്നു? അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പ്, അതായത് നമ്മൾ എൻ്റെ അടുത്ത് ഹനീഫിക്ക സബ്ജക്റ്റ് സംസാരിച്ചു കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ എനിക്കൊരു ഐഡിയ, ഇത് നമുക്കൊരു പ്ലാനിങ് തുടങ്ങി അതിൻ്റെ ഓരോ ക്യാരക്ടറിനും ഓരോ സ്കെച്ച് ഉണ്ടാക്കാൻ തുടങ്ങി. ആ സ്കെച്ച് ഉണ്ടാക്കി ഡയറക്ടറെ കാണിച്ച ശേഷമാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടറിൻ്റെ ഓപ്ഷനും കൂടെ നമ്മൾ ചോദിക്കും. അപ്പോൾ ഏത് സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടർ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ ഒരു മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണി ബ്രോ ക്യാരക്ടർ മുതൽ ജഗദീഷ് ചേട്ടൻ, സിദ്ദിഖ് ചേട്ടൻ, എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ സ്കെച്ച് ചെയ്ത് ക്യാരക്ടർ ഡിസൈൻ ചെയ്യണം. ഡിസൈൻ ചെയ്ത് ഫൈനലൈസ് ചെയ്ത ശേഷമാണത് നമ്മൾ അടുത്ത വർക്ക്ഷോപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങുന്നതും ഒരു മാസം നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം അതിന് മാത്രം വർക്ക് ഉണ്ട്. അപ്പോൾ എല്ലാം ആർട്ടിസ്റ്റിൻ്റെ ഡൈ എടുക്കാനുണ്ട്. ജഗദീഷ് ചേട്ടൻ്റെ ആയിരുന്നാലും കബീർ സിംഗിൻ്റെ ആയിരുന്നാലും ഈ പറഞ്ഞ കൈ പ്രോസറ്റിക് വർക്ക് ചെയ്യുന്ന എല്ലാവരും കൈയിൻ്റെ ഡൈയും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു മാസം മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ടിങ്. ഇതിനകത്ത് നമ്മൾ ഈ ലൈക്ക് ഹാർട്ടൊക്കെ ഇങ്ങനെ മേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ലൈക്ക് അതെങ്ങനെ നമ്മൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കി പഠിച്ചിട്ട് അതെങ്ങനെ ചെയ്തു? അതായത് ഈ ഹാർട്ടൊക്കെ നമുക്ക് ഈ ഫസ്റ്റ് പറയുന്ന സമയത്ത് ഇതിലോട്ട് ഉണ്ടായില്ല. എൻ്റെ സബ്ജക്റ്റ് സംസാരിക്കുന്ന സമയത്ത് ഹാർട്ടിൻ്റെ കാര്യമോ അങ്ങനത്തെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വന്നിട്ടില്ല. ഈ വർക്ക് പോകെ ഇവരുടെ ക്രൂര കണ്ടപ്പോൾ, അതായത് വില്ലന്മാരായിട്ട് അഭിനയിക്കുന്ന 2 കബീർ സാറും ഇവരുടെ ഒരു അറിയാലോ, ആ സിനിമ കണ്ടവർക്ക് അത്രയ്ക്ക് അവരായപ്പോഴാണ് ഇത് കുറച്ചും കൂടെ ആഡായപ്പോഴാണ് പറയുന്നത് നമുക്ക് ഹാർട്ട് എടുത്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും, ടെററാവുമെന്ന് അനീഫ് ഇങ്ങനെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ കൂളായിട്ട് പറയുന്നത്, സുധി നമുക്ക് പുള്ളി വിളിച്ചിട്ട് അവൻ്റെ ഹാർട്ടങ്ങ് എടുത്താലോ ഇങ്ങനെ പറയാൻ പോകുന്നു. അപ്പം ഞാൻ ഹാർട്ടല്ലേ നമ്മളപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കൈയും തലയൊക്കെ ഉണ്ടായി കഴിഞ്ഞതാണ്. അപ്പം പുള്ളി വിചാരിക്കുന്നത് ഹാർട്ടല്ലേ, സിമ്പിളല്ലേ. അപ്പം ഞങ്ങൾ റെഫറൻസ് എടുക്കാൻ തുടങ്ങി. പല ഗൂഗിളിലും സെർച്ച് ചെയ്ത് റെഫറൻസ് മോഡിൽ ആദ്യം ക്ലേയിൽ ഉണ്ടാക്കും. അതിന് ക്ലേ ആർട്ടിസ്റ്റ് നമ്മളോട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആർട്ടിസ്റ്റ് ഉണ്ടായി തരുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ റെഫറൻസ് കൊടുത്തതിനനുസരിച്ച് അത് ഉണ്ടാക്കി മേക്ക് ചെയ്തെടുക്കുകയും ചെയ്തത്. സിനിമയുടെ കേസിൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ ആദ്യം പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റിനോടാണ്. കാരണം നിങ്ങളാണല്ലോ ആ ഒരു ഡയറക്ടറുടെ മനസ്സിലുള്ളൊരു രൂപം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കോനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? എൻ്റെ അടുത്ത് ഇപ്പോൾ അനീഫിക്ക് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ ക്യാരക്ടറും ആളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിൻ്റെ ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഇപ്പോൾ നമ്മൾ ജഗദീഷ് ചേട്ടൻ ടോണി ഐസക് എന്ന ക്യാരക്ടർ എൻ്റെ അടുത്ത് പറയുമ്പോൾ ജഗദീഷ് ചേട്ടൻ നമ്മൾ എപ്പോഴും കാണുന്ന രൂപത്തിൽ നിന്ന് വേറൊരു രൂപം കൊണ്ട് നമ്മൾ അപ്പുകുട്ടൻ അല്ലെങ്കിൽ പിന്നെ ജഗദീഷ് ചേട്ടൻ എന്നുള്ള രൂപം ഒന്ന് മാറി
ഇതിലൊരു അങ്ങനത്തെ ഒരു എന്താ പറയുക ഹോളിവുഡ് സ്റ്റൈലിലൊരു മൂഡിൽ പിടിക്കണം. ജഗദീഷ് ചേട്ടന്റെ മേക്ക് ഓവർ ആണ് മാർക്കോയില് നമുക്ക് ഭയങ്കര ഞാൻ അപ്പം തന്നെ ഞാൻ 2 ഓപ്ഷൻ സ്കെച്ച് ചെയ്ത് കൊടുത്തു. അതിൽ ഫിക്സ് ചെയ്ത സാധനമാണ് നമ്മൾ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ സ്കെച്ച് ചെയ്ത സാധനം കൊണ്ട് അടുത്ത കേട്ടെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഹെയർ കട്ട് ചെയ്യണം, പല സിനിമയിലെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പം ജഗദീശൻ്റെ ഞാൻ പോയി കാണുകയും ജഗദീശൻ്റെ അടുത്ത് പോയിട്ട് സ്കെച്ച് കാണിച്ചു. ക്യാരക്ടർ കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഗെറ്റപ്പ് കണ്ടു, കണ്ണിൽ ലെൻസൊക്കെ ഇട്ടു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ജഗദീശൻ എന്താ പറഞ്ഞു ഇങ്ങനെയാണ് രൂപം എന്നൊക്കെ? രൂപ പുള്ളി ഹാപ്പിയാണ്. പുള്ളി കുറച്ചും കൂടി അടിപൊളിയായി, കാരണം ഭയങ്കര രസമുള്ള ക്യാരക്ടറല്ലേ. പക്ഷേ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ആണ് ഞെട്ടിപ്പോയത്. കാരണം ക്ലൈമാക്സിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു പകുതി ഭാഗം നമ്മൾ മാറ്റി. അതും ഈ പറഞ്ഞ പെട്ടെന്ന് വന്ന ഐഡിയയിലാണ്. അതിനൊക്കെ ജഗദീഷ് ചേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മളത് ഉച്ചയ്ക്ക് 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ണ് ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം. അത് മൊത്തം ഫുൾ കവറഡ് ആണ്. അത് നൈറ്റ് ഒരു 7-8 o'clock വരെ ഷൂട്ടാണ്. അതുവരെ ആ ഒറ്റ കണ്ണ് വെച്ചിട്ടാണ് പുള്ളി. കാരണം ഇത് പിന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആയ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ സഹകരിച്ചു. അതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കര അപ്രീഷിയേറ്റീവ്, പുള്ളി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു സിനിമയുടെ മൊത്തത്തിലുള്ള പ്രത്യേകത എവിടെ നോക്കിയാലും ബ്ലഡ് ആണ്. എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ്? ആ ടൈമിൽ ഭയങ്കര ടെററായിരുന്നോ? ടെററായി പോവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ചെറിയ കൂൾ ഫാമിലി ഫീൽ ഗുഡും അങ്ങനത്തെ നോർമൽ മൂവീസൊക്കെ ചെയ്ത് വന്ന് ആ ഒരു കൂൾ മൂഡിലാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്ത് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ടെൻഷനായിരുന്നു, എങ്ങനെ നമുക്ക് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ള ടെൻഷനായി. പിന്നെ ഷൂട്ട് കണ്ടിന്യൂസ് പോകുമ്പോൾ രാവിലെ ആണെങ്കിൽ ബ്ലഡ് എവിടെ എന്നുള്ള ചിന്തയായി. ബ്ലഡ് അതെ, കാരണം ഞാൻ രാവിലെ നമ്മളെ മൂന്നാറിൽ തന്നെ ഷൂട്ട് നടക്കുമ്പോൾ രാവിലെ ഹോട്ടലിൽ നിന്ന് നടക്കുമ്പോൾ ടിപ്പ് ടോപ്പ് എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകുന്നത്. വൈകുന്നേരം വരുന്ന ഫുള്ള് ബ്ലഡിൽ കുളിച്ചാണ് വരുന്നത്. അങ്ങനെ റിസപ്ഷനിലുള്ള ചേട്ടൻ തന്നെ 2ാമത്തെ ദിവസം പറയും, സാർ നിങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ പോകാം, ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഗസ്റ്റുകൾ അവിടെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട്, നടന്നു പോകുമ്പോഴൊക്കെ ബ്ലഡ് ആവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ബാക്കിൽ അവർ മറ്റേ ലിഫ്റ്റ് സർവീസ് ലിഫ്റ്റിൽ കൂടെയാണ് ഞാൻ റൂമിൽ കൊണ്ടുവരുന്നത്. കാരണം അങ്ങനത്തെ സ്റ്റേജിലാണ് വരുന്നത്. ഞങ്ങൾ പോകും പോലെയല്ല തിരിച്ചു വരുന്നത്. ഞാനും എൻ്റെ അസിസ്റ്റൻസും അവരൊക്കെ ഷിബു, സമീർ, ജയനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു അതിന് വേണ്ടിയിട്ട്. എൻ്റെ കൂടെ നിന്ന അസിസ്റ്റൻസൊക്കെ എന്ന് പറഞ്ഞാൽ നന്ന കഷ്ടപ്പെട്ടിട്ട് അതിന്റെ റിസൾട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 240 ലിറ്റർ പ്രോസ്റ്ററ്റിക് ബ്ലഡ് അത്രയും ബ്ലഡ് ഉണ്ടായി. കാരണം നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറയും പോലെ തന്നെ 240 ലിറ്റർ ബ്ലഡ് പർച്ചേസ് ചെയ്ത കണക്കാണ്. കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് മൂന്നാർ 15 ദിവസം ഷൂട്ടിന് വേണ്ടിയിട്ട് എറണാകുളം KSRTC ബസ്സിൽ നിന്നാണ് കയറ്റി വിടുന്നത്. കാരണം അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. കാരണം 20 ലിറ്റർ ഇട്ടാണ് എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഒരു മേക്കപ്പ് മാൻ ചെയ്ത് അയക്കുന്നത്. കാരണം ഓവർ സ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് ബ്ലഡ് കളർ ചേഞ്ച് ആവും. അപ്പോൾ 20 ലിറ്റർ ഈ ഒന്നിനാടം ദിവസങ്ങളിൽ ഇങ്ങനെ ബസ് കയറ്റും, രാവിലെ അവിടെ എത്തും, ഷൂട്ട് ചെയ്യും. ഇതെങ്ങനെ ബ്ലഡ് ഉണ്ടാക്കുന്നത്? അത് എൻ്റെ ഒരു ചീഫ് മേക്കപ്പ് മാൻ ഉണ്ട്, നമ്മുടെ സജി കൊരട്ടി എന്ന് പറഞ്ഞൊരു മേക്കപ്പ് മാനാണ് ഇവിടെ. അപ്പം മലയാളത്തിൽ നല്ല രീതിയിൽ ബ്ലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അവരുടെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മളത് അറിയാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ടും പരീക്ഷിക്കാൻ പറ്റുകയില്ല. കാരണം ആർട്ടിസ്റ്റിൻ്റെ ദേഹത്ത് ഒഴിക്കാനും ആർട്ടിസ്റ്റിൻ്റെ ദേഹത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് പരീക്ഷണമാക്കാൻ പറ്റില്ല. ബ്ലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആർട്ടുകാരുണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രൗണ്ടിൽ ഒഴിക്കാനും ഈ പറഞ്ഞ ന്യൂസ് കാണിക്കാനൊക്കെ ഉണ്ടാക്കി. ബാക്കി നമ്മൾ 240 ലിറ്റർ ബ്ലഡ് കൂടാതെയും കുറേ ഉണ്ട്. അത് പോയിട്ട് തന്നെ ആർട്ടുകാർ ഒത്തിരി ബ്ലഡ് നമ്മൾ ഉണ്ടാക്കി സഹായിച്ചു. കാരണം ഗ്രൗണ്ടിൽ ഫുൾ ഒഴിക്കണം. ഇത് എക്സ്പെൻസീവ് ആണ്. ഈ 1 ലിറ്റർ ബ്ലഡ് തന്നെ 1200-2000 വരും ബ്ലഡ്. അപ്പോൾ അത് നമുക്ക് അധികം അങ്ങനെ ഗ്രൗണ്ടിലും ഈ എല്ലായിടവും ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ആർട്ടുകാരും നമ്മളെ സഹായിച്ചു. ഈ ഒരു സിനിമയുടെ ടെറർ ഇമ്പാക്റ്റ് ആയിരുന്നു. ക്രിസ്മസിന് ഒരു പോസ്റ്റ് ഉണ്ട്, തലയായിട്ടുള്ളൊരു പോസ്റ്റാണ്. ആദ്യമായിട്ടാണ് ലൈഫിൽ ക്രിസ്മസിന് അങ്ങനത്തെ ഒരു പോസ്റ്റ് കാണുന്നത്. അതെ അത് എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. കാരണം ഫുള്ള് ബ്ലഡിലായിരുന്നു ക്രിസ്മസ്. അതുകൊണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ക്രിസ്മസിന്റെ പോസ്റ്റിൽ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ ഒരു മൂവിയിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ മേക്കപ്പ് നമ്മൾ ഇപ്പോൾ ചില വൂൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ലൈക്ക് അതിൻ്റെയൊക്കെ ഒരു എങ്ങനെ അത് അങ്ങനെ സെറ്റാക്കി എടുത്തത്? അതായത് ലാസ്റ്റ് ക്ലൈമാക്സ് ഉണ്ണിച്ചേണ്ട സ്റ്റിച്ച് ചെയ്യുന്നത് ഉൾപ്പെടെ അത് ലാസ്റ്റ് നമ്മുടെ കലൈ മാസ്റ്റർ, നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ, കലൈ മാസ്റ്റർ ക്രിയേഷനാണ് ഇതെല്ലാം. പെട്ടെന്ന് പുള്ളിയുടെ ഭാവനയിൽ വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പെട്ടെന്ന് ഓൾറെഡി നമ്മുടെ അടുത്ത് ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. എല്ലാം കുറേ പീസ് വർക്ക് ഒക്കെ മോണ്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്.
സ്റ്റിച്ച് ചെയ്യുന്ന സീൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം ട്രെയിൽ ചെയ്ത് കാണിച്ചു. ട്രെയിൽ എൻ്റെ കയ്യിൽ തന്നെയാണ് നമ്മൾ അത് ഒട്ടിച്ചിട്ട് ഞാൻ ട്രെയിൽ ചെയ്ത് കാണിച്ചപ്പോൾ സംഭവം ഇതൊരു പീസാണ്, ഒരു നമ്മുടെ സിൽക്കോണിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പീസാണ്. ആ പീസ് നമ്മൾ ബോഡിയിൽ ഒട്ടിച്ച ശേഷം അതിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതൊരിക്കലും CG വർക്കല്ല. നമ്മൾ ഒരിക്കലും അത് നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന സൂചിയില്ലേ, ഹോസ്പിറ്റലിൽ സ്റ്റിച്ച് ചെയ്യുന്ന സൂചി തന്നെയാണ് അതിലും എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ ബ്ലഡ് വെച്ചിട്ടുണ്ട്. അത് ടൈറ്റ് ആവുന്നതിനനുസരിച്ച് ബ്ലഡ് പമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ടെക്നിക്കൽ പരമായിട്ട് പരിപാടിയൊക്കെ അതിൽ പഠിച്ചിട്ടുണ്ട്. മറ്റേ അത് ഞാൻ സത്യം പറഞ്ഞ മാർക്കോയുടെ സെക്കൻഡ് ഹാഫ് ഞാൻ ഇങ്ങനെ ഇരുന്ന കണ്ടത്. അത്രയും ബ്ലഡ് ഷെഡ് കാര്യങ്ങൾ കട്ട് ചെയ്ത ശേഷം അതെ, അവിടേക്കാണ് നമ്മൾ വരുന്നത്. ഈ മറ്റേ ലൈക്ക് വായ ഇങ്ങനെ അതുമൊക്കെ നമ്മളെങ്ങനെ മേക്കപ്പിലാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, മേഡത്തിൻ്റെ വായ എങ്ങനെ, അത് CG ആണോ, അത് എന്താ സംഭവം എന്നൊക്കെ. ശരിക്കും അതും ഈ കലൈ മാസ്റ്റർ പെട്ടെന്ന് പറഞ്ഞ കാര്യമാണ്. ഇതൊന്നും നമ്മൾ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, ഇത് ചെയ്ത് വെക്കാം. പക്ഷേ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ്, നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറയാൻ ആ സിറ്റുവേഷൻ അനുസരിച്ച്. കാരണം നേരത്തെ ഇവരിങ്ങനെ പറയാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ അവർക്കറിയാം ഞാൻ പെട്ടെന്ന് ഞാനത് ചെയ്ത് കൊടുക്കുമെന്ന്. കാരണം ജഗദീഷ് ചേട്ടൻ്റെയൊക്കെ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ഇങ്ങനെ ആ ഒരു ഗെറ്റപ്പ് ചെയ്യണം. ഞാൻ മാക്സിമം ഒരു 1 hourൽ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ പെട്ടെന്ന് ഇത് പ്ലാൻ ചെയ്യണത്. അപ്പോഴത്തേക്കും ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ മേഡത്തിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇരിക്കുന്ന സിൽക്കോണിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 സൈഡും ഓപ്പണായി വരുന്നതിൻ്റെ രീതിക്ക് ചെയ്തിട്ട് ഉള്ളിൽ കളറിങ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് ആ വലിച്ച് കീറുമ്പോൾ ഉള്ളിൽ നിന്ന് ബ്ലഡ് വരുന്ന ഫീൽ വരുന്നത്. അത് പെട്ടെന്ന് ചെയ്ത് അത് നല്ല അഭിപ്രായം കിട്ടിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മേക്കപ്പിന് വേണ്ടിയിട്ട് മൊത്തം എത്ര സമയം മാറ്റി വെച്ചിട്ടുണ്ടാവും ഈ ഒരു മാർക്കോ സിനിമയിൽ? മാർക്കോ സിനിമ ത്രൂ ഔട്ട് ഒരു മേക്കപ്പാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ കൂടെ നിൽക്കുന്ന എല്ലാവരും ആക്റ്റീവാണ്. കാരണം ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ കൂടെ ഇപ്പോൾ 6 പേരുണ്ടായി, എന്നെ സഹായിക്കാൻ ഉൾപ്പെടെ 6 പേരുണ്ടായി. അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ കൂടെ ആക്റ്റീവാണ്. ഞങ്ങൾക്ക് ആകെ വെളിയിൽ നിന്ന് എടുക്കേണ്ടി വന്നത് ആ പ്രോസറ്റിക് ചെയ്യുന്ന മോൾഡ് വർക്ക് ചെയ്യുന്ന ആളെ മാത്രമാണ്. കാരണം നമ്മൾ വിളിക്കുക, മോൾഡ് എന്താണ് ആവശ്യമുള്ളത് ചെയ്തു തരിക, ആൾ പോവുക എന്നുള്ളതാണ്. ബാക്കി ഡീറ്റെയിലിംഗ് എല്ലാം നമ്മൾ ചെയ്താണ് സിനിമയിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ഇതിന്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞത്. എപ്പോഴും കയ്യിലൊരു ബ്ലഡ് ഉണ്ട്, എപ്പോഴും ബ്ലഡ് പമ്പ്, അതിൻ്റെ വീഡിയോസ് ഉണ്ട്. ശരിക്കും ഈ കൃഷിക്ക് അടിക്കുന്ന പമ്പില്ലേ, വാട്ടർ പമ്പ്, അതാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. അത് 5 ലിറ്ററിന്റെ ഉണ്ട്, 10 ലിറ്ററിന്റെ ഉണ്ട്. അത് വെച്ചാണ് അടി. ഈ ലൈക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴേക്കും ഈ ബ്ലഡ് ചീറ്റുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അതിന്റെ ഒരു പമ്പിങ് സിസ്റ്റം ഉണ്ട്. അതൊരു നമ്മളൊരു ട്യൂബ് ഉള്ളിൽ കൂടെ വിടും. ആ ടൈമിങ്ങിനനുസരിച്ച് പമ്പ് ചെയ്യുക. അതായത് CG സഹായം കൂടെ വേണ്ടി വരും. ചിലപ്പോൾ വൈറ്റ് ഷോട്ടിലൊക്കെ CG, നമ്മൾ ക്ലോസ് ഷോട്ടിനൊക്കെ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് പമ്പ് ചെയ്യാൻ പറ്റും. ഈ വൈറ്റ് ഷോട്ടിനൊക്കെയാണ് കൂടുതലും ഈ CGയുടെ ബ്ലഡ് ചീറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉപയോഗിക്കാറ്. പിന്നെ മാക്സിമം മൈനോട്ട് ടൈറ്റ് ഷോട്ടിലൊക്കെ CG പൊട്ടി ബ്ലഡ് വരുന്നതൊക്കെ CG ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ശരിക്കും നമുക്ക് തന്നെ പമ്പിങ്ങും എല്ലാ സിസ്റ്റം ഉണ്ട്. ടൈമിംഗ് പമ്പിങ് ഉണ്ട്, അതായത് പ്രഷർ പമ്പ് ഉണ്ട്, എല്ലാ പമ്പിങ്ങും ബ്ലഡ് വരുന്നതിൻ്റെ പമ്പിങ് സിസ്റ്റം എല്ലാം ഉണ്ട്. പക്ഷെ മാർക്കോ എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് ബ്ലഡ് മൂവിയാണ്. ഡാർക്ക് മൂവി മാത്രമല്ല, രണ്ടും ഉണ്ട്. പിന്നെ മേക്കപ്പിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കണ്ടിന്യൂവേഷൻ എന്നുള്ളൊരു സംഭവമാണ്. കാരണം നമ്മൾ ഇന്നിപ്പോൾ ഷോട്ട് നിർത്തി നാളെ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂവേഷൻ വരണം. നമ്മുടെ ഇൻകോസ്റ്റേഴ്സിനിൽ നെടുമുടി വേണിച്ചെന്നെ പിടിക്കുന്നത് മറ്റേ ഈ കെട്ട് ഇങ്ങോട്ട് മാറിയിട്ടാണ്. അങ്ങനത്തെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ടോ? അങ്ങനെ അബദ്ധമായിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം ഇതില് ഫുൾ കണ്ടിന്യൂവേഷൻ നോക്കാനുണ്ട്. കാരണം ഒരു ഫൈറ്റ് എടുക്കുന്നത് 5-10 ദിവസമാണ്. മാക്സിമം ഒരു 5 ദിവസമെങ്കിലും പോകും ഒരു ഫൈറ്റ്. അപ്പോൾ അത് എന്താണോ ബിഗിനിങ് തുടങ്ങുന്നത് നമ്മൾ ലാസ്റ്റ് വരെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി നോക്കാനായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുണ്ട്. അവർ ഫോട്ടോ എടുക്കും. അത് നമ്മുടെ എൻ്റെ കൂടെ അസിസ്റ്റന്റിന് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂറ്റി കറക്റ്റ് നോക്കണം. അതിന്റെയും ഒരു കണ്ടിന്യൂറ്റിയിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ മാറിക്കഴിഞ്ഞാൽ 1 more ടേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. എന്നാലും ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചും പോവാം. പിന്നെ ഉണ്ണിമുഖത്തിനാസ് മാർക്കോ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിച്ചേട്ടനുമായിട്ട് ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്ന ഏകദിനം എന്ന മൂവിയിൽ ഉണ്ണിച്ചേട്ടനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന പടമാണ് ഇപ്പോൾ ഈ മാർക്കോ. അപ്പോൾ മാർക്കോയ്ക്ക് ഉണ്ണിച്ചേട്ടൻ എന്നെ അറിയാം. അപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് നമ്മുടെ വർക്കിൻ്റെ, അതായത് നമ്മുടെ ജഗദീശൻ്റെ കൈയില്ലേ, ജഗദീശൻ്റെ കൈയാണ് ഞാൻ ഫസ്റ്റായിട്ട് പ്രോസറ്റിക് വർക്കിൽ ഡയറക്ടർ ഉണ്ണിച്ചേട്ടനെയും അനീഫിക്കയും കാണിക്കുന്നത്. അതായത് ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം, മൂന്നാറ് ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസമാണ് ഈ കൈ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ഷൂട്ട് തുടങ്ങുന്ന 1 മാസം മുമ്പേ വർക്ക്ഷോപ്പ് തുടങ്ങി ജഗദീശൻ്റെ കൈയൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കാര്യം. എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുമെന്നോ, ഞാൻ പ്രോസറ്റിക് വർക്ക് ചെയ്യുമെന്നോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുമെന്നോ ഒന്നും ഇവർക്ക് അറിയത്തില്ല. നമ്മൾ ഫീൽ ഗുഡ് മൂവിയുടെ ആളാണല്ലോ, ആ മൂഡിൽ നിൽക്കുകയാണ്.
അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന എങ്ങനെയാണോ ജഗദീശൻ്റെ ഷോട്ട് വയ്ക്കുന്ന ബോക്സ് ഉണ്ട്, ബോക്സിലാണ് ഉണ്ണി കൊണ്ടുപോയി കാണിക്കുന്ന സീൻ. അതൊക്കെ എടുക്കുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ദിവസം, മൂന്നാർ തുടങ്ങണ ദിവസം ഞാൻ ഈ ബോക്സിനകത്ത് നമ്മുടെ ഉണ്ടാക്കിയ കൈയും അതേപോലെ തന്നെ ട്രൈ ബ്ലഡ്, ആൾ ലിക്വിഡ്, മറ്റേ കയ്യിലിടുന്ന ഓർണമെന്റ്സ് കാര്യങ്ങളെല്ലാം ഇട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പ്രസന്റ് ചെയ്യപ്പോൾ തന്നെ ഇവർ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഇവർ ഉദ്ദേശിച്ച സാധനത്തിന് മേലെയാണ്. ഇവർ ഉദ്ദേശിച്ച അനീഫിക്കയും ഉണ്ണിയും ബ്രോയും ഉദ്ദേശിച്ചക്കാരും ആ ഒരു ഭയങ്കര ഒരു റിസൾട്ട് വന്നപ്പോൾ, അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് എന്ന് പറയും പോലെ ഭയങ്കര ഒരു ഫീൽ ഗുഡായിരുന്നു. ഭയങ്കരമായിട്ട് കൈ ഇപ്പോൾ കാണിച്ചല്ലോ, രോമം പോലും ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരുന്നു. അതിൽ തന്നെ ഞാൻ ട്രൈ ബ്ലഡ് എന്ന് പറഞ്ഞ ബ്ലഡ് ഉണ്ട്. അതായത് നമ്മൾ ബ്ലഡ് ഉണങ്ങിയ ബ്ലഡ് ഫ്രഷ്നെസ് അല്ലാതെ നമ്മൾ ട്രയർ വെച്ച് ഉണക്കി, അതായത് ഒരു 3 hours കഴിഞ്ഞിട്ടാണ് കൈ കിട്ടുന്നത്. അപ്പോൾ അതുവരെ ഞാൻ ക്രിയേറ്റ് ചെയ്താൽ കാണിക്കുന്നത്. അപ്പോൾ ആളിന് ഭയങ്കര കോൺഫിഡൻ്റ് ആയി, നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻ്റ് ആയപ്പോൾ എനിക്കും കോൺഫിഡൻ്റ് ആയി. പുള്ളി ഭയങ്കര ഹാപ്പി ആയി. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടിന്യൂസ് പൊളിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ മറ്റേ ആ ഒരു മാർക്കോ മുഖത്ത് ആ ബ്ലഡ് ഒക്കെ വരുമ്പോൾ ഒരു ടെറർ സീൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു. പിന്നെ കണ്ണിൽ മറ്റേ ആ ഒരു ഐ ബ്ലഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ബ്ലഡാണ് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ഐ ബ്ലഡ് നമുക്ക് ഇവിടെ കിട്ടാൻ അവൈലബിളില്ല. കാരണം അത് ഒരു ഡ്രോപ്സ് ആണ്, ഐ ഡ്രോപ്സിക്കാണ് അത് എല്ലാ ആർട്ടിസ്റ്റും അത് കണ്ണിനകത്ത് ഇടണമെന്നും സമ്മതിക്കില്ല, CG ചെയ്യാനൊക്കെ പറയുള്ളൂ. പക്ഷേ ഉണ്ണിബ്രോ എന്ന് വെച്ചാൽ ഷോട്ട് എങ്ങനെ അതിൻ്റെ റിയാലിറ്റി ആക്കാം, അതിനൊരു ഭംഗി കൂട്ടാന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കണ്ണിൽ തന്നെ ഞാൻ ഐ ഡ്രോപ്സ് ഇട്ടിട്ട് പുള്ളിക്ക് കൺവിൻസ് ആക്കി. ഐ ഡ്രോപ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു നീറ്റലുണ്ടാവും, പിന്നെ കൂളാവും. പക്ഷേ ഇടുമ്പോഴത്തേക്ക് റെഡ് ആയിരിക്കും വിഷ്വലി. നമ്മളൊരു റെഡ് കൂളിംഗ് ഗ്ലാസ് വയ്ക്കുമ്പോൾ വിഷ്വലില്ലേ, ആ ഒരു വിഷ്വലായിരിക്കും പൊതുവെ കാണുക. ഇതിനു മുമ്പ് അങ്ങനെ കണ്ണിലിട്ട് നോക്കിയിട്ടുണ്ട്, ഞങ്ങളിത് നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണ്ണിബ്രോ ആദ്യമായിട്ടാണ് കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ആദ്യം ഇട്ട് നോക്കിയപ്പോൾ അത് ഫ്രെയിമിൽ നമ്മളെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലേ, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ആ കത്തി വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ ബ്ലഡ് ഉണ്ട്. അപ്പം പല ആൾക്കാരും ചോദിച്ചു CGയിൽ ബ്ലഡ് ഇട്ടാണെന്ന്. ശരിക്കും അല്ല, അത് ഐ ബ്ലഡ് തന്നെയാണ്. ആ ഒരു എഫക്റ്റാണ് കംപ്ലീറ്റ് പടത്തിലുള്ളത്. അപ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഐ ബ്ലഡ് പുള്ളി ഇടും. അത് പിന്നെ അതുമായിട്ട് അങ്ങ് സിങ്കായി സെറ്റായി. പിന്നെ ഇതിനകത്ത് ഈ ബ്ലഡും ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും വിയർക്കുമല്ലോ. അപ്പോൾ ഈ വിയർപ്പും ബ്ലഡും വരുമ്പോഴേക്കും അതെങ്ങനെയാണ്? ഇല്ല, അങ്ങനെയായിട്ടൊരു ആ ഒരു കണ്ടന്റ് വരില്ല. കാരണം ബ്ലഡിന് കുറച്ച് തിക്നെസ് ഉണ്ടാവും. നോർമൽ ബ്ലഡിനേക്കാളും കുറച്ച് തിക്നെസ് ഉണ്ടാവും. സ്പ്രേ ചെയ്താലും അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. അത് വലിയ പ്രോബ്ലം വരുന്നില്ല. സെറ്റ്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ കൈയും കാലും ഏകദേശം ഒരു 10-15 കൈയും കാലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ കൂടെ ബോഡി പാർട്സുകളും ചെയ്തിട്ടുണ്ട്. ആ സൾഫ്യൂരിക് ആസിഡിന്റെ അതൊക്കെ അതാണ് നമുക്കൊരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള വർക്ക് എന്ന് പറയാൻ. അതാണ് കാരണം. അത് എൻ്റെ അടുത്ത് ഹനീഫൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ ഇല്ല, ഞാനിതൊരു കണ്ടിട്ടില്ല, ഇതെങ്ങനെയാണ് ഉണ്ടാവുക, ആസിഡിൽ നമുക്ക് റെഫറൻസ് നോക്കാൻ ഗൂഗിൾ നോക്കിയാലും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാനൊരു ഡോക്ടറായിട്ട് കൺസൾട്ട്, നമ്മുടെ ഫ്രണ്ട് ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു വെച്ചാൽ സ്കിന്ന് മൊത്തം ഒലിഞ്ഞു പോകും, ബോണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പോകത്തില്ല, ദ്രവിച്ച് തുടങ്ങത്തേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സ്കെച്ച് ചെയ്ത് ആദ്യം നമ്മൾ ആർട്ടിസ്റ്റിനെ കൊണ്ട് സ്കെച്ച് ചെയ്യിപ്പിച്ചു. ഇത് ഓരോ ഓപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുക്കും, അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അങ്ങനെ പല ഓപ്ഷനിൽ സ്കെച്ച് ചെയ്ത് ഡയറക്ടറെ കാണിച്ച ശേഷമാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ സിലിക്കോണിൽ ചെയ്തെടുക്കും. ഫുൾ സ്കെൽട്ടൺ മേടിച്ചു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ, അപ്പോൾ അവരുടെ നിന്ന് അത് മേടിച്ചിട്ട് അതിൽ സിലിക്കോൺ മോൾഡ് എടുത്ത് ഫുൾ ബോഡി ചെയ്ത് വന്നപ്പോഴും ഈ ഡയറക്ടറിന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി ഒന്ന് ചെറുതാവണം എന്നുള്ളത്. പിന്നെ നമ്മളൊന്നും കൂടെ ചെറുതാക്കി. പിന്നെ അത് കൊണ്ടുവന്ന ശേഷമാണ് പറയുന്നത് നമ്മളൊരു 10 ദിവസം കഴിഞ്ഞാൽ ബോഡി കിട്ടുന്നത്. ഈ 10 ദിവസം കഴിഞ്ഞ് ബോഡി കിട്ടുമ്പോഴത്തേക്ക് അതിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഈ പുഴുക്കൾ വരാറുണ്ട്, ഓരോ പ്രശ്നം, അതിൽ ഓരോ ലിക്വിഡൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് കാരണം ഈ പുഴുക്കളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ടാസ്ക് എല്ലാം ഏറ്റെടുക്കുകയാണ് നമ്മൾ, എല്ലാം ധൈര്യമാണല്ലോ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് കോഴിക്കോട് നിന്ന് കുറച്ച് പുഴുക്കളെ എനിക്ക് കളക്ട് ചെയ്തത്. അതെവിടെ നിന്ന് കിട്ടിയത്? കോഴിക്കോട് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പുഴു കൃഷി ചെയ്യുന്ന ഒരാളാണ്. പുള്ളി എന്താ ഫുഡിനെ കഴിക്കുന്ന അങ്ങനെ ഒരു പുഴുണ്ട് ചെന്ന ട്രീറ്റ്മെന്റിനൊക്കെ. അപ്പം ഞാനതൊരു 300 പുഴു അവൻ്റെ കളക്ട് ചെയ്ത് കോഴിക്കോട് നിന്ന് കയറ്റുന്നു, ഇവിടെ എറണാകുളത്ത് എത്തിക്കുന്നു. എറണാകുളത്ത് എത്തിച്ച് എൻ്റെ റൂമിൽ കൊണ്ടുവന്നപ്പോഴാണ് പറയണത് മഴ കാരണം ഇത് 5 ദിവസത്തേക്ക് മാറ്റി ഈ ഷൂട്ട്, ഈ ബോഡി. അപ്പോഴത്തെ ഈ പുഴുവിനാണെങ്കിൽ 2 ദിവസം ആയുസേ ഉള്ളൂ, മാക്സിമം 3 ദിവസം. എനിക്ക് ടെൻഷനായി. ഞാൻ പിന്നെ എന്ത് ചെയ്ത, പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് കുഴപ്പമില്ല, കുറച്ച് ഓട്സ് ഇല്ലേ, ഓട്സും ഫ്രൂട്ട്സും ആയിട്ട് കൊടുത്ത് റൂമിൽ ഇട്ടാൽ മതി, കിടന്നോളൂ. ഞാനങ്ങനെ കുറച്ച് ഓട്സും
എനിക്ക് നൈറ്റ് കഴിക്കാൻ ഫുഡ് വരും, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, ആ ഫ്രൂട്ട്സും കൊടുത്ത് ഇതിന് ട്രീറ്റ് ചെയ്യും. ഒരുപക്ഷെ ഇരിക്കുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടായിരിക്കും പുഴുക്കൾക്ക് ഫുഡ് കൊടുത്ത് അത് എൻ്റെ റൂമിൽ വന്ന് എൻ്റെ എറണാകുളത്ത് അലീസ് എൻ്റെ റൂമിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കംപ്ലീറ്റ് ബോഡിയും പുഴുക്കളും അതിൻ്റെ ഇടയിൽ ഞാനുമാണ്. പിന്നെ കയറി പിന്നെ ആ ഭാഗത്ത് വരില്ലായിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. പിന്നെ 5ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഈ പുഴുവിനെ ഞാൻ ആ ബോഡിയിൽ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മളെ ക്യാമറമാൻ സാർ എടുത്ത് തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് അത് ഡീറ്റെയിലിംഗ് എടുത്തതാണ്. പക്ഷേ സിനിമയിൽ ഈ സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ഭാഗം കട്ടായിപ്പോയി. അതാണ് നമുക്ക് അത്രയും ഡെപ്ത് അറിയാത്തത്. അല്ലെങ്കിൽ ശരിക്കും ആ കറക്റ്റ് ആ ബോഡിയിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡിൻ്റെ എല്ലാം ശരിക്കും ആ ലിക്വിഡൊക്കെ ഞാൻ ദ്രവിച്ചിട്ട് ഈ വെള്ളത്തിലൊരു 10 ദിവസം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിലൊരു പുഴുവും പഴുപ്പൊക്കെ ഉണ്ടാവും. അതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതേ പഴം ജ്യൂസില്ലേ, പഴം ജ്യൂസിലാണ് ഞാൻ അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പഴം ജ്യൂസ് നമ്മൾ ആ ബോഡിയിൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പുഴുക്ക് കഴിക്കാനും എളുപ്പമാണ്. കാരണം ഓൾറെഡി ഞാൻ ഫ്രൂട്ട്സ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്തു, ഓൾറെഡി ട്രെയിൻഡാണ്. അപ്പോൾ ഈ പുഴു അത് കഴിക്കാനായിട്ട് ഓടി നടക്കുന്നതൊക്കെ കറക്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിസ്സായത് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സെൻസറിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇതിനകത്തൊരു 8 മിനിറ്റോളം സെൻസർ ചെയ്ത് കട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേയധികം ഡീറ്റെയിലിംഗ് നമുക്ക് അവിടെ മിസ്സായിട്ടുണ്ടെന്ന് തോന്നണം. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കട്ടായി പോയിട്ടുള്ള സംഭവങ്ങൾ? എൻ്റെ അറിവിൽ ഞാൻ ചെയ്ത കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങൾ എനിക്കറിയാവും. സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപാട് ഭാഗം പോയിട്ടുണ്ട്. കാരണം നമ്മൾ ആ കുഞ്ഞിൻ്റെ സീനിനെ അറിയാം. ക്ലൈമാക്സിൽ കുഞ്ഞിൻ്റെ സീന് നമ്മൾ ശരിക്കും കുഞ്ഞിനെ എടുക്കുന്ന ലൈവായിട്ട് സ്കിന്നിൽ നിന്ന് വലിച്ചെടുക്കുന്ന സീന് വരെ ഉണ്ട്. അതൊക്കെ നമ്മളത് കട്ടായി പോയിട്ടുണ്ട്. അത്രയും നല്ല സ്ട്രെയിനായിട്ട് നല്ല അതിൽ നിന്ന് വരുന്ന ഫ്ലൂഡും അതിൻ്റെ വരുന്ന ലിക്വിഡൊക്കെ വരുമല്ലോ, അതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ അതെല്ലാം കട്ടായിട്ടുണ്ട്. അതെല്ലാം സെൻസറിൻ്റെ അത് അവരുടെ ഒരു ലിമിറ്റേഷനിൽ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഒരുപാട് ഭാഗം പയ്യൻ്റെ ഗ്യാസ് ഊറ്റിയിട്ട് ഇരിക്കുന്നില്ലേ, അതിൻ്റെ കുറേ പോർഷൻ ഇനിയുണ്ട്. ഗ്യാസ് സിലിണ്ടർ എനിക്ക് ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്യുന്ന ഇപ്പോഴും പേടിയോടെ. അതെ അതെ, ഞാനിപ്പോൾ പറയുമ്പോൾ എൻ്റെ വർക്കിൻ്റെ പരമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഒരു പക്ഷേ എനിക്കും കണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ക്രൂരനല്ല, ഈ പ്രേക്ഷകർ അത്രയും കാണുമ്പോൾ ഇതുവരെ കണ്ടിട്ട് എന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ എൻ്റെ വർക്കിൻ്റെ ബേസാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിൽ കുറച്ചും കൂടി അത് ചെയ്തിരുന്നു. പക്ഷെ അത് അവരുടെ ഒരു ലിമിറ്റേഷൻ അത് കട്ട് ചെയ്തതാണ്. നമുക്ക് എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ പറയുമ്പോൾ. നമ്മുടെ വർക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അതേപോലെ റിയാസ് ഖാൻ്റെ ഒരു സീനുണ്ട് അതിൽ. പറഞ്ഞ പോലെ റിയാസ് ഖാൻ സാറിൻ്റെ ഒരു ഫൈറ്റ് സീനാണ് അത്. സിനിമയായിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് സീന് വരുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പോകുന്ന ജോണറിൽ അത് ആവശ്യമില്ലാന്ന് തോന്നിയിട്ടായിരിക്കാം. അത് സെൻസറിൻ്റെ ഇതിലോ അല്ലെങ്കിൽ ലെങ്ത് കുറയ്ക്കാൻ അങ്ങനെ ആയിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ വയലൻസിൻ്റെ ഒന്നുമല്ല, അതൊരു ഫൈറ്റ് സീനാണ്, ഒരു പോലീസ് സീനാണ്. അപ്പോൾ അത് ഇങ്ങനെ ചെറിയൊരു ഫൈറ്റ് സീനാണ്. അപ്പോൾ അതിന് OTT വരുമ്പോൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കബീർ സാർ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഈ ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് നാളെടുത്തു ഒന്ന് സെറ്റ് ആവാനായിട്ട്. ആ ഒരു മരവിപ്പ് ഉണ്ടായിരുന്നോ കുറേ നാൾ? ഉണ്ട്. കാരണം പുള്ളി നമ്മൾ കാണുന്ന ഒരു 6 അടി പൊക്കവും ഭീകരാവസ്ഥയും കൊച്ചിന് ഇത്രയും ആളങ്ങനെയാണ് കണ്ടിട്ട്. പക്ഷെ ആൾ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, വളരെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സാണ് ആൾ. വെജിറ്റേറിയനാണ് ആള്. മേക്കപ്പ് തുടങ്ങുമ്പോൾ ഒരു പൂജയൊക്കെ ഉണ്ട്. അത് കണ്ട് ഞാൻ അങ്ങനെ നിൽക്കും. ഇത് കഴിഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മേക്കപ്പ് ചെയ്യുമ്പോൾ തിരികെ കത്തിച്ച് പൂജയൊക്കെ കഴിഞ്ഞ് എനിക്കൊരു പൊട്ടൊക്കെ ഇട്ട് തരും ആള്. എന്നിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അത്രയും നിഷ്കളങ്കമായ ഒരു മനുഷ്യനാണ്. ഈ മോൾഡ് എടുക്കാൻ തന്നെ ബോംബെ നിന്ന് വന്നതാണ് ആൾ. ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ബോംബെ നിന്ന് ആൾ വന്നു. കൊച്ചിയിൽ വെച്ചാൽ മോൾഡ് എടുക്കുന്നത്. അതൊക്കെ പുള്ളിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പക്ഷെ ആൾ ഭയങ്കര ചിൽ മൂഡാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്താക്ഷരി കളി അങ്ങനത്തെ മൂടൊക്കെയാണ്. അത് എല്ലാവരും അങ്ങനെ അവരെ കൂടെ ഇരിക്കുന്ന ഈ അഭിമന്യുവും ഈ ഉണ്ണിച്ചേട്ടനും ഷൂട്ടിംഗ് കഴിഞ്ഞ് ഫൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവര് നമ്മളൊരു കളിയാണ്. കാരണം അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പ്രൊഡ്യൂസർ സാറിൻ്റെ കുട്ടികളൊക്കെ ഈ അഭിനയിച്ചിരിക്കുന്ന എല്ലാം പ്രൊഡ്യൂസേഴ്സിൻ്റെ കുട്ടികളും അവരുടെ ഫ്രണ്ട്സും അവരൊക്കെ സർക്കിളിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ കൂടി അവിടെ ഗെയിം കളിയും അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഇതിൻ്റെ കൂടെ കബീർ സിംഗും ഉണ്ട്. സിനിമയിൽ കാണുന്ന ഒരാളല്ല. സുധീറൊക്കെ എങ്ങനെയായിരുന്നു ഈ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഈ മൂവിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു കുറേ നാൾ ഈ ബ്ലഡ് ഷെഡും ആ ഒരു? എനിക്ക് ഉണ്ടാവുന്ന കുറച്ച് നമ്മൾ ഇത് കഴിഞ്ഞ് വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. ശരിക്കും എനിക്ക് ആ കുഞ്ഞിൻ്റെ സീൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഫീലാണ്. കാരണം നമ്മുടെ വീട്ടുകാരും കാണുന്നതല്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ നിന്നും അവർ പോയി കാണുന്നതാണ്. അപ്പോൾ ഇവൻ ഈ പണിക്കാണോ പോണേ എന്നൊക്കെ ചോദിച്ചാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷനുണ്ട്, കണ്ടതിൻ്റെ ഫീലിംഗ് ഉണ്ട്. സ്വാഭാവികമായിട്ട് അവിടെ ആ സീൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ കണ്ടു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് സിനിമയുടെ ഭാഗമായി പോയി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ എനിക്ക് ചുറ്റും ഭയങ്കര വയലൻസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. സുധീർ ആക്ച്വലി വന്നിരിക്കുന്നത് ഒരു ബാഗ് നിറച്ച് സാധനങ്ങളായിട്ടാണ്. ചിലയൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിത്തെറിച്ച് പോയി. അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം അല്ലെങ്കിൽ കാണാം. ഇത് നമ്മുടെ
നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ കൈ. ജഗദീഷ് ചേട്ടൻ്റെ കൈ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ കേട്ടോ. അതെ അതെ അതെ. ഇത് ഈ ഡീറ്റെയിൽ ഈ വെയിൻസ് അതായത് നമ്മുടെ ഈ കൈയാണ് ഞാൻ ഫസ്റ്റ് ഹനീഫിക്കനെ കാണിക്കുന്നത്. നമ്മുടെ ഈ പടത്തിൻ്റെ ഫുൾ പ്രോസറ്റിക് വർക്കിൽ ഈ കൈയാണ് ഞാൻ പറഞ്ഞില്ലേ ബോക്സിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കൈയാണ്. അപ്പോൾ ഇത് അത്രയും ഞാൻ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്ത് നമുക്ക് മോൾഡിൽ കറക്റ്റ് ചെയ്തു തന്നു. അതിന് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് കളറിങ്ങും അതിൻ്റെ ബ്ലഡിൻ്റെ എല്ലാ അംശങ്ങളും എല്ലാം ക്ലിയർ ബോണെല്ലാം നമ്മൾ കറക്റ്റ് കളറിങ് എല്ലാം ചെയ്തിട്ടാണ് ആളെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ആള് ഓക്കെ ആയി. നമുക്ക് അത് ഭയങ്കര വിജയമായിരുന്നു. ഇതാണ് നമ്മുടെ അൻവറിന്റെ കൈയാണ്, നമ്മുടെ മാർക്കോയുടെ ഫ്രണ്ട്. ഈ കൈയാണ് കംപ്ലീറ്റ് ലൈവായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ലൈവായിട്ട് കട്ട് ചെയ്യുന്ന സീൻ ഉണ്ടായില്. പക്ഷെ അത് കുറച്ച്, അതായത് നമ്മുടെ ആ മെഷീൻ ഇല്ലേ, ആ മെഷീൻ ഒറിജിനൽ മെഷീൻ കൊണ്ട് കട്ട് ചെയ്തതായി ഈ കൈ. ഓക്കെ, ഒറിജിനൽ മെഷീൻ വെച്ചിട്ട് നമ്മളിത് ലൈവായിട്ട് കൈ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് എടുത്തിരുന്നത്. പക്ഷെ അത് ഭയങ്കര ബ്രൂട്ടലാണ്. കാരണം ലൈവായിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. കാരണം പുള്ളിയുടെ കൈ ബാക്കിലോട്ട് പാക്ക് ചെയ്തിട്ട് ഈ കൈ ലൈവായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു. കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും ഈ പൈപ്പ്, ഇതാണ് പൈപ്പ് സിസ്റ്റം എന്ന്, നമ്മുടെ ഈ ട്യൂബില്ലേ, ഈ ട്യൂബിൽ കൂടെ നമ്മൾ ബ്ലഡിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്തിട്ടാണ് പമ്പ് ചെയ്യുന്നത്. ഇത് അന്നത്തെ ബ്ലഡിന്റെ ബാക്കിയാണ് ആ ബ്ലഡിൽ കൂടെയാണ് ഈ കട്ട് ചെയ്യുമ്പോഴത്തേക്കും പമ്പ് ചെയ്യുന്നത്. ഇതിൽ കൂടെ ബ്ലഡ് ഇതിനോട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രഷർ പമ്പിൽ കൂടെ ബ്ലഡ് പമ്പ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് കംപ്ലീറ്റ് പുറത്തോട്ട് പ്രഷറായിട്ട് വരുന്നത്. മനസ്സിലായോ? അതിൻ്റെ കൂടെ നമ്മൾ CG സാഹചര്യം കൂടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആവും. ഉണ്ണിബ്രോയുടെ മുഖത്ത് തെറിക്കുന്ന ബ്ലഡിൽ കൂടെ സ്കിന്നൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരുന്നതിൽ കൂടെ ഇതിന്റെ സ്കിന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ പീസുകൾ. മുഖത്തും ദേഹത്തൊക്കെ കട്ടിയായിട്ട് വന്ന് വീഴും. ഇത് പിന്നെ ഞാൻ ഞെട്ടിയ മറ്റൊരു സംഭവമാണ് ഇത്. അതെ എല്ല് പുറത്ത് ഇത് നമ്മളെ ഫൈറ്റേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കലൈ മാസ്റ്റർ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഓരോ റിക്വയർമെന്റ് പറയും. അപ്പോൾ ആ പുള്ളി ആളുടെ കൈ പിടിച്ച് നമ്മളിങ്ങനെ ഒടിക്കുമ്പോഴത്തേക്ക് ബോൺ പുറത്ത് വരുന്നതാണ്. പല സീനിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചില ആൾക്കാരെ വിചാരം CG കൂടെ ബോൺ പുറത്ത് വന്നു എന്നുള്ള ഇതിൽ കൂടെ പറയുന്നുണ്ട്. പക്ഷേ CG ഓപ്പറേഷൻ കൂടെ ഉണ്ട്. കാരണം അവരും ഇതിൽ ബ്ലഡ് ആഡ് ചെയ്യുക, കുറച്ചും കൂടി ഡെത്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിതിൽ പ്രോസ്റ്ററ്റിക്കിൽ ചെയ്ത കൈയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, ഇങ്ങനെ ഒടിക്കുമ്പോൾ ബോൺ പുറത്ത് വരും. നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റും. നമുക്ക് പിന്നെ അടുത്ത് വേണമെങ്കിൽ പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കൈ കാലുകൾ ഇങ്ങനെ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ചെയ്ത സിനിമകളൊക്കെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. കൂടുതലും ചെയ്തത് ബേസിലിന്റെ കൂടെയാണ്. അതെ, ബേസിലേട്ടനോടെ ജയ മുതൽ ബേസിലേട്ടൻ പറയാറുണ്ട്, ചില ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ രാശിയാണ്, സുധി വന്ന ശേഷമാണ് എൻ്റെ പടങ്ങളെല്ലാം ഇങ്ങനെ കയറുന്നത്. ഇടയ്ക്ക് ട്രോൾ പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. കാരണം ജയ ഹേ, ഫാലിമി, ഗുരുവായൂരമ്പല, വാഴ, ഈ കഠിന കടോറിയും എണ്ട കടം, അത് ഒരുപാട് ഫെസ്റ്റിവൽ മൂവിക്കൊക്കെ പോയതാണ്. പിന്നെ ഇപ്പോൾ പൊന്മാൻ എന്ന പടം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്ത വർക്കുകളെല്ലാം ഗംഭീരമാണ്. ബേസിലേട്ടൻ ഭയങ്കര അടിപൊളിയല്ലേ. ഭയങ്കര പോസിറ്റീവാണ് ആള്. ആളുടെ മേക്കപ്പിനെക്കാളും ആളുടെ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ആളെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നമ്മൾ മിസ്യൂസ് ചെയ്യാനൊന്നും പോകാറില്ല. അതുകൊണ്ട് അപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ക്രിക്കറ്റ് കളിക്കാൻ പോകാറുണ്ട്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ പേഴ്സണലി കുറേ കാര്യങ്ങളൊക്കെ അറിയാം, അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഭയങ്കര ചിൽ മൂഡാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഗുരുവായൂരമ്പല നടയിൽ വരുമ്പോൾ കുറേ കല്യാണങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവർക്ക് എല്ലാവരെയും മേക്കപ്പ് ചെയ്തിട്ടാണ് ഇവിടെ? അതോ? അതെ, ഗുരുവായൂരമ്പല നട എന്ന് പറഞ്ഞാൽ ഈ മാർക്കൊരു വേറൊരു വർഷം എന്ന് പറയാം. ഇവിടെ ബ്ലഡ് ആണെങ്കിൽ അവിടെ മേക്കപ്പ് ശരിക്കും. കാരണം ആ ഗുരുവായൂരമ്പല നട ഫുൾ സെറ്റ് ഇട്ടതാണ് നമ്മളിവിടെ കളമശ്ശേരിയിൽ. അപ്പോൾ ആ ഗുരുവായൂരമ്പലയിൽ വരുന്ന 2500 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് ഡെയിലി. പിന്നെ 50 കല്യാണമുണ്ട് ഡെയിലി. ഡാൻസേഴ്സ് ഉണ്ട്, 50 ആർട്ടിസ്റ്റ് ഉണ്ട്. 3:30 ഞങ്ങൾ മേക്കപ്പ് തുടങ്ങുന്നതാണ് വെളുപ്പിനെ. എൻ്റെ കൂടെ 35 പേരുണ്ടായിരുന്നു. അങ്ങനെ 3:30 അങ്ങനെ പ്ലാനിങ് ആയിരുന്നു. 3:30 മേക്കപ്പ് തുടങ്ങിയ ജൂനിയേഴ്സിനെയും ഈ പറഞ്ഞ പോലെ കല്യാണം, ബ്രൈഡൽ ഇതെല്ലാം റെഡിയാക്കണം. അമ്പലത്തിൽ നിന്ന് വരുന്ന ആൾക്ക് ചന്ദനം, അമ്പലത്തിൽ നിന്ന് പോകുന്ന ആൾക്ക് അല്ല, അമ്പലത്തിൽ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്ക് ചന്ദനം, അമ്പലത്തിലോട്ട് കയറാൻ പോകുന്ന ചന്ദനം പാടില്ല. അങ്ങനെ നോക്കാൻ തന്നെ 2 പേരെ നിർത്തിയിട്ടുണ്ട്. കാരണം പാസിങ്ങിന് അതുവരെ നോക്കി കൺട്രോൾ ചെയ്താ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 7 മണി തൊട്ട് 8 മണി വരെ ആർട്ടിസ്റ്റിന് മേക്കപ്പാണ്. 9 മണി ഫസ്റ്റ് ഷോട്ട് എടുക്കും. അത് ബിപിൻ ചേട്ടൻ്റെ നിർബന്ധമായിരുന്നു. അത് പക്ഷെ ഒരു ഡിലേ ഇല്ലാണ്ട് കറക്റ്റ് 20-21 ദിവസം കൊണ്ട് ക്ലൈമാക്സ് കഴിഞ്ഞതാണ്. അടിപൊളിയായിരുന്നു. 5-6 മണിയാകുമ്പോൾ ഷൂട്ട് ചെയ്യും. ഉറക്കമൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മൾ 3:30 തുടങ്ങും, മേക്കപ്പ് തുടങ്ങും. എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ 8 മണിക്കെങ്കിലും ഫസ്റ്റ് ഷോട്ട് വെക്കാൻ പറ്റുള്ളൂ. കാരണം കറക്റ്റ് അമ്പലത്തിന്റെ ഒരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എല്ലാ സൈഡും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും നമ്മൾ വെറുതെ വിട്ടില്ലെന്നാണ്. മേക്കപ്പ് അല്ല അതിന് വേണ്ടത്. നമുക്ക് ചന്ദനം ഇടുക, കുറി ഇടുക, പൂ വയ്ക്കുക, എല്ലാവർക്കും പൂ വയ്ക്കുക.
തിരിച്ചു ഓർമ്മ സിന്ദൂരം ഉണ്ടാവും. എങ്ങനെയായാലും ഒരു 1500 മുഴം പൂ ഡെയിലി എങ്കിലും വേണം ഈ ജൂനിയേഴ്സിന് വേണ്ടി. പിന്നെ പ്ലാസ്റ്റിക് പൂവായി, കാരണം ഭയങ്കര എമൗണ്ട് ആയി. ഈ പ്ലാസ്റ്റിക് പൂ വെച്ചപ്പോൾ എന്തായി, ലാസ്റ്റ് പിന്നെ പ്ലാസ്റ്റിക് പൂവും കിട്ടാതായി. പിന്നെ അങ്ങനെയൊക്കെ അത് കംപ്ലീറ്റ് ചെയ്ത് പോയി. പക്ഷേ അനശ്വരയുടെ ആ ഒരു വെഡിങ് ലുക്കിന് വെഡിങ് ലുക്ക് ഭയങ്കര ഒരു റിസൾട്ട് വന്നു. അടിപൊളി നൈസ് ലുക്കായിരുന്നു അത്. അശ്വതി ചേച്ചി ചേച്ചിയുടെ കോസ്റ്റ്യൂംസും നമ്മുടെ ആ ഒരു ക്രിയേഷൻ, ആ ഹെയറിന്റെ പൂവൊക്കെ ഒരു ഡിഫറെന്റ് ലുക്കായിരുന്നു. അത് ഭയങ്കര ഒരു അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ തന്നെ നമ്മുടെ അഖിൽ കൗലിയുടെ കണ്ണിലൊരു ബൾജിങ് പരിപാടി ചെയ്തിട്ടുണ്ട്. അത് ത്രൂ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇടിയോണ്ട് ബൾജ് അത് കംപ്ലീറ്റ് നമുക്ക് നല്ലൊരു പേര് വന്നൊരു സംഭവമായിരുന്നു. സെറ്റായിരുന്നു. സോ മാർക്കോയിൽ ബ്ലഡ് ആണെങ്കിൽ അവിടെ മേക്കപ്പ് ആണ്, ഡിഫറെന്റ്. രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ പൊതുവെ സിനിമ കണ്ടിറങ്ങി എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, മാർക്കോയിൽ നിങ്ങൾ വില്ലനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൊന്നു കളയരുതായിരുന്നു, കുറച്ച് അവനെ അനുഭവിപ്പിക്കണമായിരുന്നു. അതെ, ശരിക്കും അത് ഞാൻ എൻ്റെ പേഴ്സണലി എന്നെ കുറേ പേര് വിളിച്ച് ചോദിച്ച കാര്യമാണ്. കാരണം ഇത്രയും ക്രൂരമായിട്ട് ചെയ്ത ആൾക്കാർ നിസ്സാരം പോലെ തലവെട്ടി കഴിഞ്ഞു. ശരിക്കും അത്രയല്ല സിനിമയിൽ ഉണ്ടായത്. ഈ തലവെട്ടി കഴിഞ്ഞ ശേഷവും ഈ മാർക്കോ എന്നുള്ള ക്യാരക്ടർ ഉണ്ണിച്ചേട്ടന് പ്രതികാരം തീരുന്നില്ല. കാരണം അത്രമാത്രം ചെയ്തു വെച്ചിരിക്കുകയല്ലേ. പുള്ളി തിരിഞ്ഞു പോന്നിട്ട് ഈ കട്ട് ചെയ്ത് മാറ്റിയ തലയെ അവിടെ ഇട്ട് അടിച്ച് നശിപ്പിക്കുന്നുണ്ട്. അതേ വലിയൊരു കൂടമ്പോഴത്തെ ഒരു വിഷയം കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് അതിനെ പൊട്ടിച്ച് ചതച്ച് അതിൻ്റെ ബ്രെയിനും കംപ്ലീറ്റ് വെളിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഒന്ന് റീഫായിട്ട് പുറത്തോട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ സെൻസറിലേക്ക് പോയി. പക്ഷേ അഭിമന്യുവിൻ്റെ ഹാർട്ട് മാത്രമല്ല എടുക്കുന്നത്. ഞാൻ പറയില്ലേ, ഹാർട്ട് ഈ പറിച്ചെടുത്ത ശേഷം ഇത് ഫുള്ളും ഇങ്ങനെ ഓപ്പൺ ആക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്ത സംഭവം കൊടുത്തിട്ടുണ്ട്. കാരണം ഹാർട്ട് എടുത്ത് കഴിഞ്ഞിട്ടും ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഉണ്ണി നോക്കുന്നുണ്ട്, റിയാക്ഷനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ സിനിമയിൽ നമ്മൾ ഹാർട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹാർട്ട് എടുത്ത് കയ്യിൽ വന്നതിന് ശേഷം അതിൻ്റെ ആ ബ്രീത്തിങ്ങും എല്ലാം നമ്മൾ ടൈറ്റ് ഷോട്ട് എടുത്തിട്ട് ഉണ്ണി ബോയുടെ റിയാക്ഷനെ കണ്ടിട്ട് ആ ഹാർട്ടിനെ പിരികി പൊട്ടിക്കും. ആ ഒരു സാധനമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് അതുവരെ ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്രയും മനക്കെട്ടി ആളുകൾ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇപ്പൊ ഇത് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യല്ലോ, മൂവി ഇങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ. അപ്പൊ അതും കൂടെ കണ്ടുകഴിഞ്ഞെങ്കിൽ പ്രേക്ഷകർ ഇപ്പൊ പറഞ്ഞില്ലേ അത്ര ഈ വില്ലൻ എത്രയും കൊന്നത് ആയിട്ടില്ല. ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓക്കെ. അപ്പൊ അവൻ അങ്ങനെ തന്നെ ബാൻ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഓപ്ഷനിലാണ് അവർ ഇത്രയും സെൻസറിങ്ങിൽ കട്ട് ചെയ്തത്. സോ മാർക്കോ മൂവി വയലൻസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത്. പക്ഷെ അതേപോലെ തന്നെ എനിക്ക് തോന്നിയത് മേക്കപ്പിൻ്റെ ഈ കുറേ സാധ്യതകൾ വല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ യൂസ് ചെയ്ത് കാണിച്ചൊരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. സോ ഇത് സുദീപ്രയുടെ ലൈഫിലെ ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനിയും ഇതുപോലെ ഗംഭീരമായിട്ടുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.